അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ബിരിയാണി. ആദ്യം സവാള കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചിക്കനിൽ എന്ത് ചെയ്യണം, ബാക്കിയുള്ള മസാല നമ്മളെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തക്കാളി പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിയില ഇടുക, 2 ചെറുനാരങ്ങ സ്ക്യൂസ് ചെയ്യാം, 2 സ്പൂണ് തൈര് ഇട്ടാൽ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂട്ടിയടിച്ച പേസ്റ്റ് ഇട്ടാൽ, ഇത് ഇതേപോലെ 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന മസാല 1 ടേബിൾ സ്പൂൺ മുളക്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ നന്നായിട്ട് ഉടച്ച് മിക്സ് ആക്കുക. അപ്പോൾ നമ്മളിതിൽ ഇട്ട കാര്യങ്ങളൊക്കെ അറിയാലോ, ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ചെറുനാരങ്ങ നീര് പിന്നെ മസാലകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാല മൊത്തം പിടിപ്പിക്കുക. നമ്മളെ വലിയ ജീരകം ചെറിയ ജീരകം ഗ്രാമ്പൂ ഏലക്ക പട്ട അങ്ങനെയുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതിലേക്ക് തട്ടി കൊടുക്കും. ലാസ്റ്റായിട്ട് ഗരം മസാല ഇട്ടാ. മിക്സിങ്ങിൽ പരമോനെ വല്ലാൻ ആരും ഇട്ടാ. 1 കുക്കർ ഇവിടെ സെറ്റ് ആയിട്ടാ. നമ്മൾ ആള് കൂടുതലുള്ളതുകൊണ്ട് 2 കുക്കറിലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ വെള്ളം ഒഴിക്കാനിട്ടാ 7 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം. നമ്മളെക്കാളും വലിയ കുക്കാണ് മസാല ഇതിട്ട് ദമ്മിടാനുള്ള സെറ്റപ്പുകൾ നോക്കാനിട്ടാ. അപ്പൊ നമ്മൾ ഉള്ളി പൊരിക്കണേ, റൈസ് ഇടാനിട്ടാ. ചോറ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ദമ്മിടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഓക്കെ മക്കളെ, മല്ലിച്ചപ്പ് പുതിന, അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള പൊരിച്ചത്. രണ്ട് പീസ് ശങ്കുവിനോട് ശങ്കു തരും. ഇല്ല പ്രശ്നം.